ഖുർആൻ ആസ്വാദനം ഭാഗം 53 അടിമത്തത്തിന്റെ മനഃശാസ്ത്രം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 61-ാമത്തെ ആയത്ത്. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَىٰ طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. നിങ്ങൾ പറഞ്ഞ സന്ദർഭം: മൂസ, ഒരേ തരം ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല. അതിനാൽ ഭൂമി മുളപ്പിക്കുന്ന ചീര, വെള്ളരി, വെളുത്തുള്ളി, പയർ, ഉള്ളി എന്നിവ ഞങ്ങൾക്ക് നൽകാൻ താങ്കളുടെ പരിപാലകനോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ചോദിച്ചു, ഉത്തമമായതിനു പകരം താഴ്ന്നതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക. നിങ്ങൾ ആവശ്യപ്പെട്ടത് അവിടെ നിങ്ങൾക്കുണ്ടാകും. അവർക്കുമേൽ നിന്ദ്യതയും കഷ്ടപ്പാടും നിപതിച്ചു. അള്ളാഹുവിന്റെ കോപത്തിന് അവർ ഇരയാവുകയും ചെയ്തു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുകയും ചെയ്തിരുന്നതിനാലാണത്. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതിനാലാണത്. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَىٰ طَعَامٍ وَاحِدٍ فَادْعُ لَنَا. ഈ ഭാഗത്തുള്ളത് നമുക്ക് നോക്കാം. വഇദ് എന്ന് പറയുമ്പോൾ ദാലൊരിക്കലും മുഴങ്ങിപ്പോരുത്, കലക്കലയാവരുത്. വഇദ് എന്ന ചെറിയൊരു ബസർ, ഒരു ചെറിയ കാറ്റുകോട് കൂടെയാണ് വഇദ് എന്ന് പറയണം. യാ മൂസ ലൻ നസ്ബിറ, ലന്ന സുക്കൂനുള്ള ഒരു നൂനിന് ശേഷം അടുത്ത നൂനിലേക്ക് മെർജിയാണ് ഇദ്ഗാമുൻ ബിഗുന്ന, മണിച്ചുകൊണ്ട്. അല തആമിവ, സെയിം റൂൾ തന്നെയാണ്. വാവുലേക്ക് നമ്മൾ ചേർത്ത് ലയിപ്പിച്ച് മണിച്ചു ഓതുന്നു, സെയിം റൂൾ. വാഹിദിൻ ഫദ്ഉ ലനാ, വാഹിദിൻ എന്നുള്ള തൻവീനിനെ നമ്മൾ മറച്ച് മണിച്ചുകൊണ്ടാണ്, ഇഖ്ഫാ ഉൻ ബിഗുന്ന ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഫദ് എന്നുള്ള കൽക്കല. ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ, യുഖ്രിജ്, യുഖ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവിടെ യുഹ് എന്നാവരുത്, യുഹ്. പിന്നെ റിജ്, ജ് ജ് ജ്, അതാണ് കൽക്കല, അവിടെയാണ് മുഴക്കിക്കൊണ്ട് ഓതേണ്ടത്. മിമ്മ, ഷദ്ദുള്ള മീമിനെ നമ്മൾ ഗുന്ന ചെയ്തുകൊണ്ട് ഓതുക. തുംബിതുൽ അർദു മിൻ ബഖലിഹ, തുംബിതു എന്നിടത്തും മിൻ ബഖലിഹ എന്നുള്ളിടത്തും സെയിം റൂളാണ്. ആ നൂനിനെ നമ്മൾ മീമായിട്ട് കൺവേർട്ട് ചെയ്യാണ്, മാറ്റിമറിക്കുകയാണ്. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുക. ഈ സുക്കൂനുള്ള നൂനിന് ശേഷം ബ വരുന്നത് കൊണ്ടാണ് ആ നിയമം അവിടെ അങ്ങനെ ഉണ്ടാവുന്നത്. വഖിസ്സാഇഹ, ഖിസ്സാ എന്നുള്ളിടത്ത് മദ്ദുണ്ട്, നീട്ടണം. വഫൂമിഹ വഅദസിഹ വബസലിഹ, ബസലി, സ എന്നൊക്കെ പറയുമ്പോൾ ആയി നിറച്ചുച്ചരിക്കേണ്ടതാണ്, അത് ആ രൂപത്തിൽ ചെയ്യാം. ഖാല
തസ്തബ്ദിലൂന അല്ലദീ ബ എന്നുള്ളത് കൽക്കല മുഴക്കണം. അതേപോലെ ഹുവ അദ്ന അത് അവിടെ മുഴക്കണം. ബില്ലദീ ഹുവ ഖൈർ എന്നുള്ളിടത്ത് നമ്മൾ നിർത്തുന്നത് അവിടെ നമുക്ക് വഖഫ് ചെയ്യാം, നിർത്തുമ്പോൾ റാഇനെ ഒന്ന് നേർപ്പിച്ച് ഖൈർ എന്നുച്ചരിക്കാം. പിന്നീട് ഇഹ്ബിതു ഈ എന്നാണ് അവിടെ ഹംസത്തുൽ വസ്ലാണ്. ഇഹ്ബിതു മിസ്റൻ ഫഇന്ന അവിടെ മിഖ്ഫ ആണ്. ഫഇന്ന നൂനിനെ ഷദ് കൊടുത്തുകൊണ്ട് ഗുന്ന ചെയ്തുകൊണ്ട് ഓതണം. ലക്കും മാ സഅൽതും ലക്കുമ്മ ഒരു മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് ലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. സഅൽതും എന്നുള്ളത് നമുക്ക് നിർത്തുന്നതാണ് ഉത്തമം. അൽ വഖഫു അൽ ഔല. وضربت عليهم الذلة والمسكنة وباءوا മദ്ദുണ്ട്, നീട്ടിയിട്ട് ഓതാം. ബിഗദബിൻ മിനല്ലാഹ് ബിഗദബിൻ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ച് ഇദ്ഗാം ബിഗുന്ന ആണ് റൂൾ. ذلك بأنهم നൂനിന് ഷദ്ദുണ്ട് ഗുന്ന ചെയ്യുക. كانوا يكفرون بآيات الله ويقتلون قلقلة മുഴക്കണം. ويقتلون النبيين അവിടെ നൂനിന് ഷദ്ദുണ്ട് ഗുന്ന ചെയ്യുക. ബിഗൈരിൽ ഹഖ് എന്ന് പറയുമ്പോൾ ഖൽഖല മുഴക്കിക്കൊണ്ട് നിർത്താം. ذلك بما عصوا وكانوا يعتدون വലിയ ആയത്താണ്. ഈ തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതാൻ ശ്രമിക്കുക. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനതയ്ക്ക് സീനായ് മരുഭൂമിയിൽ അള്ളാഹു നൽകിയ അത്ഭുത ഭക്ഷണങ്ങളായിരുന്ന മന്നയും സൽവയും അവർക്ക് മടുക്കുകയും പഴയ ഈജിപ്ഷ്യൻ ഭക്ഷണത്തിനായി വാശി പിടിക്കുകയും ചെയ്തതിനെയും അതുമൂലമുണ്ടായ നിന്ദ്യതയെയും കഷ്ടപ്പാടുകളെയും കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിലെ 11-ാം അധ്യായത്തിലാണ് ഇസ്രായേൽ മക്കളുടെ ഈ പരാതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. നമുക്ക് തിന്നാൻ ഇറച്ചി ആര് തരും? ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ സൗജന്യമായി തിന്നിരുന്ന മത്സ്യം, വെള്ളരിക്ക, തണ്ണിമത്തൻ, ചീര, ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴാകട്ടെ നമ്മുടെ ഉന്മേഷം ക്ഷയിച്ചിരിക്കുന്നു. ഈ മന്നയല്ലാതെ മറ്റൊന്നും നമ്മുടെ കൺമുമ്പിലില്ല. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. ഈ പരാതി ദൈവത്തെയും മോശയെയും ദേഷ്യം പിടിപ്പിച്ചുവെന്നും തുടർന്ന് ദൈവം അവർക്ക് 1 മാസക്കാലം തിന്നാൻ വേണ്ടി സമൃദ്ധമായി കാടപ്പക്ഷികളെ സൽവ നൽകിയെന്നുമാണ് സംഖ്യാപുസ്തകം പറയുന്നത്. എന്നാൽ പച്ചക്കറികൾക്ക് പകരമായല്ല, മറിച്ച് മന്ന മടുത്ത് അവർ ഇറച്ചിക്കായി കരഞ്ഞപ്പോഴാണ് ഈ 2ാമത്തെ സൽവ വർഷിക്കപ്പെട്ടത്. ഇവരുടെ ആർത്തിയും നന്ദികേടും കാരണം ആ സൽവ അവർക്ക് പിന്നീട് വലിയൊരു ശിക്ഷയായി മാറുകയാണ് ചെയ്തത്. അതേസമയം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ വിശപ്പുകൊണ്ട് പരാതിപ്പെട്ട ജനത്തിന് ദൈവം സ്നേഹപൂർവം ആദ്യമായി മന്നയും സൽവയും നൽകിയതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അഥവാ മരുഭൂവാസത്തിന്റെ ആദ്യ നാളുകളിൽ വിശപ്പിനുള്ള പരിഹാരമായിട്ടാണ് സൽവ നൽകപ്പെട്ടതെങ്കിൽ പിന്നീട് സംഖ്യാപുസ്തകത്തിൽ വിവരിക്കുന്ന സന്ദർഭത്തിൽ അത് അവരുടെ ആർത്തിക്കുള്ള ശിക്ഷയായിട്ടാണ് വരുന്നത്. ഖുർആനിക വിവരണമാവട്ടെ പച്ചക്കറികൾക്കായി അവർ വാശി പിടിച്ചപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെയും ശിക്ഷയെയും അടിവരയിടുന്നു. ഭൂമിയിൽ മുളയ്ക്കുന്ന ചീര മുതൽ ഉള്ളി വരെയുള്ള പച്ചക്കറികൾ വേണമെന്നാവശ്യപ്പെട്ടവർക്ക് നൽകിയ സൽവ ഒരു ശിക്ഷയായി തീർന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. അമിതമായ ആർത്തിയോടെ അത് ശേഖരിക്കുകയും മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്തപ്പോൾ ഇസ്രായേല്യർക്കിടയിൽ വലിയൊരു പകർച്ചവ്യാധി ഉണ്ടായതായാണ് സംഖ്യാപുസ്തകം പറയുന്നത്. ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു.
സംഖ്യാപുസ്തകം 11 അധ്യായം 33 ഈ മഹാമാരിയെക്കുറിച്ച് സങ്കീർത്തന പുസ്തകം കുറെ കൂടി വിശദമായി സംസാരിക്കുന്നുണ്ട്. എങ്കിലും അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് ഭക്ഷിപ്പാൻ മന്നയെ വർഷിച്ചു, ആകാശത്തിലെ ധാന്യം അവർക്ക് നൽകി. മനുഷ്യർ ദൈവദൂതന്മാരുടെ അപ്പം തിന്നു. അവൻ അവർക്ക് തൃപ്തിയാകുമാറ് ആഹാരമയച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു, തന്റെ ശക്തിയാൽ തെക്കൻ കാറ്റ് നയിച്ചു. അവൻ പൊടി പോലെ ഇറച്ചിയെയും കടൽക്കരയിലെ മണൽ പോലെ പക്ഷികളെയും അവരുടെ മേൽ വർഷിപ്പിച്ചു. അവൻ അവയെ അവരുടെ പാളയത്തിന്റെ നടുവിലും കൂടാരങ്ങളുടെ ചുറ്റിലും വീഴിച്ചു. അങ്ങനെ അവർ തിന്നു നല്ലവണ്ണം തൃപ്തരായി. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. തങ്ങളുടെ ആഗ്രഹം തീരും മുമ്പേ, ആഹാരം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവകോപം അവരുടെ മേൽ ജ്വലിച്ചു. അവരുടെ ഇടയിൽ പുഷ്ടിയുള്ളവരെ കൊന്നു, ഇസ്രായേലിലെ യുവാക്കളെ വീഴ്ത്തിക്കളഞ്ഞു. ഇത്രയൊക്കെയായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ ദിവസങ്ങളെ ഒരു ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ ഭീതിയാലും തീർത്തുകളഞ്ഞു. സങ്കീർത്തന പുസ്തകം 78 അധ്യായം 23 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. അവർ മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി, വിജനപ്രദേശത്ത് വെച്ച് ദൈവത്തെ അവർ പരീക്ഷിച്ചു. അവൻ അവർ ചോദിച്ചത് അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ ഇടയിലേക്ക് അവൻ മാരക രോഗം അയച്ചു. സങ്കീർത്തന പുസ്തകം 106 അധ്യായം 14-15 വചനങ്ങൾ. തത്ഫലമായി നിന്ദ്യതയും കഷ്ടപ്പാടും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി എന്ന ഖുർആൻ പരാമർശം സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പരാമർശിച്ചിരിക്കുന്ന മേൽ സംഭവങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരിക്കണം. ഖുർആൻ ഉദ്ധരിക്കുന്ന ഉത്തമമായതിന് പകരം അധമമായതിനെയാണോ നിങ്ങൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾ ചോദിച്ചതൊക്കെ അവിടെ ലഭിക്കും എന്ന മൂസാ നബി അലൈഹിസ്സലാമയുടെ വചനങ്ങൾക്ക് തുല്യമായ പരാമർശങ്ങളൊന്നും ബൈബിളിലില്ല. മൂസാ നബി അലൈഹിസ്സലാമയുടെ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള അനുഗ്രഹമാണ് മന്നയും സൽവയും, ആത്മീയ ശുദ്ധിയുള്ള സ്വർഗീയ ഭക്ഷണം. അവർ ആവശ്യപ്പെട്ട പച്ചക്കറികളാകട്ടെ മണ്ണിൽ അധ്വാനിച്ച് ഉണ്ടാക്കേണ്ടതും അടിമത്തത്തിന്റെ ഓർമ്മകൾ പേറുന്നതുമാണ്. അവരുടെ പഴയ ജീവിതത്തോടുള്ള ആസക്തിയാണിത് കാണിക്കുന്നത്. തങ്ങൾ അടിമകളായിരുന്നപ്പോൾ ഈജിപ്തിൽ ലഭിച്ചിരുന്ന ഉള്ളിക്കും വെളുത്തുള്ളിക്കും വേണ്ടി കരയുന്ന അവർ, ശരീരം മോചിപ്പിക്കപ്പെട്ടാലും മനസ്സ് അടിമത്തത്തിൽ നിന്ന് മോചിതരാകാൻ പ്രയാസമാണ് എന്ന വലിയ സത്യമാണ് കാണിക്കുന്നത്. അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിക്കൊടുത്ത ഉത്തമ ഭക്ഷണം വെടിഞ്ഞ് മുളച്ചു പൊങ്ങുന്ന പച്ചക്കറികൾ ആവശ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ വയറിനും ആത്മീയവും വിശിഷ്ടവുമായ കാര്യങ്ങളെക്കാൾ ഭൗതികമായ താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്നവരാണ്. വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനം അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടായിരിക്കണം അവരോട്, എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾ ചോദിച്ചതൊക്കെ അവിടെ ലഭിക്കും എന്ന് മൂസാ നബി അലൈഹിസ്സലാം കയർക്കുന്നത്. കാനാൻ ദേശം കീഴടക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിന് കൊള്ളുന്നവരല്ല നിങ്ങളെന്നാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ പരിഹാസ രൂപത്തിലുള്ള ഈ കയർക്കലിന് അർത്ഥം. ഈ നിലപാട് കാരണമാണ് അവരിലേക്ക് മാരകരോഗം അയക്കുകയും അതുവഴി അവരിലെ പുഷ്ടിയുള്ളവരെല്ലാം കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തതെന്ന ബൈബിൾ പരാമർശം ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ വചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഇസ്തിബ്ദാൽ ഗുണപരമായ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു നേരിട്ട് നൽകിയ സ്വർഗീയ വിഭവമായ മന്നയും സൽവയും വെടിഞ്ഞ് സാധാരണ നിലത്ത് മുളയ്ക്കുന്ന പച്ചക്കറികൾ ആവശ്യപ്പെട്ടതിനെയാണ് ഖുർആൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അമൂല്യമായത് കൈവിട്ട് നിസ്സാരമായത് വാങ്ങുന്നതിലെ വിവേകശൂന്യതയാണ് ഈ പദം വ്യക്തമാക്കുന്നത്. ആത്മീയ ഔന്നത്യവും വിമോചനവും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ യാത്രക്കിടയിൽ കേവലം നാവിന്റെ രുചിക്കും വയറിന്റെ സംതൃപ്തിക്കും വേണ്ടി
വിലപിടിപ്പുള്ള ലക്ഷ്യങ്ങൾ ബലികഴിക്കുന്ന മനുഷ്യ സഹജമായ ബലഹീനതയെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഉത്തമമായ ലക്ഷ്യങ്ങളിൽ നിന്നോ അധമമായ ഭൗതിക താൽപ്പര്യങ്ങളിലേക്ക് ഒരാളുടെ മുൻഗണനകൾ മാറുന്നതിനെയാണ് അദ്ന അഥവാ താഴുന്നത് എന്ന പദത്തിലൂടെ ഖുർആൻ പരിഹസിക്കുന്നത്. മന്നയും സൽവയും അവർക്ക് ലഭിച്ചത് ഒരു സ്വതന്ത്ര ജനത എന്ന നിലയിലുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയാലാണ്. എന്നാൽ അവർ ആവശ്യപ്പെട്ട പച്ചക്കറികളാകട്ടെ അടിമകളായിരുന്ന കാലത്ത് ഈജിപ്തിൽ ലഭിച്ചിരുന്നവയാണ്. സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യത്തെക്കാൾ അടിമത്തത്തിലെ ഭക്ഷണത്തിന്റെ രുചിയെ സ്നേഹിക്കുന്ന ഒരു ജനതയുടെ സങ്കുചിത ചിന്താഗതിയെ ഖുർആൻ ഈ ഒറ്റ വരിയിലൂടെ വെളിപ്പെടുത്തുന്നു. ഈ സൂക്തത്തിലെ മസ്റൻ എന്ന പദം ശ്രദ്ധേയമായ ഒരു ഭാഷാ സൂചന നൽകുന്നുണ്ട്. ഇത് ഈജിപ്തിനെയാണോ അതോ ഏതെങ്കിലും ഒരു നഗരത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്നതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ചർച്ചകളുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് ഏതെങ്കിലും ഒരു സാധാരണ നഗരം എന്ന അർത്ഥത്തിലാണ് കാണുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ട ഈ നിസ്സാരമായ പച്ചക്കറികൾ ഏതെങ്കിലും ഒരു നഗരത്തിൽ ചെന്നാൽ കിട്ടുന്നവയാണ്. അതിനായി അള്ളാഹുവിന്റെ സ്വർഗീയ വിഭവങ്ങളെ തള്ളിക്കളയണോ എന്ന മൂസാ നബി അലൈഹിസ്സലാമയുടെ ചോദ്യം അവരുടെ ഭൗതികമായ ആസക്തിയെ പരിഹസിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ വിട്ടുപോന്ന ആ പഴയ അടിമത്തത്തിന്റെ മണ്ണായ ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചുപോയിക്കൊള്ളൂ എന്ന അർത്ഥത്തിലും ഇതിനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയുടെ ഈ നിലപാടിനെ അടിമത്തത്തിന്റെ മനഃശാസ്ത്രം എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നത് വളരെ അർത്ഥവത്താണ്. ശരീരം ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാലും നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അടിമത്തം ഒരു ജനതയുടെ ചിന്താഗതിയിൽ വരുത്തുന്ന ആഴത്തിലുള്ള ആഘാതത്തെയാണ് ഈ ഖുർആനിക വചനം പ്രതിഫലിപ്പിക്കുന്നത്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലോകം യജമാനൻ നൽകുന്ന ഭക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും പരിമിതമാണ്. അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യം പലപ്പോഴും അവർക്ക് ഭാരമായി അനുഭവപ്പെടുന്നു. മരുഭൂമിയിലെ അന്തസ്സുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ ഈജിപ്തിലെ അടിമത്തത്തിൽ ലഭിച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അവർ കൊതിച്ചത് അവരുടെ മനസ്സ് ഇപ്പോഴും ആ പഴയ യജമാനന്മാരുടെ കീഴിലാണെന്നതിൻ്റെ തെളിവാണ്. ഉന്നതമായ ലക്ഷ്യങ്ങളെക്കാൾ ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ അവസ്ഥ ഒരു ജനതയുടെ ആന്തരികമായ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. തങ്ങളെ പീഡിപ്പിച്ചിരുന്നവരുടെ ഭക്ഷണ രീതികളോടുള്ള ഈ ആസക്തി പീഡകന്റെ ശീലങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നവൻ അറിയാതെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു തരം മാനസികാവസ്ഥയെ വെളിപ്പെടുത്തുന്നു. ഈജിപ്തിലെ സംസ്കാരവും ഭക്ഷണരീതിയും അവരിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയിരുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ പീഡകന്റെ ശീലങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നവൻ അറിയാതെ അനുകരിക്കാൻ ശ്രമിക്കുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോമിന് സമാനമായ ഒരവസ്ഥയാണിത്. ശാരീരികമായ മോചനത്തോടൊപ്പം തന്നെ മാനസികവും ആത്മീയവുമായ മോചനം കൂടി കൈവരിക്കാത്ത പക്ഷം ഒരു ജനതയ്ക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ സ്വതന്ത്രരാകാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഖുർആൻ ഇതിലൂടെ നൽകുന്നത്. അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിക്കളയുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിനാലാണത്. അവർ അള്ളാഹുവെ ധിക്കരിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലം. മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലത്ത് തുടങ്ങിയ ഇസ്രായേലിയരുടെ ധിക്കാരത്തിന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് പിൽക്കാല സംഭവങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശുകയാണ് ഈ വചനത്തിന്റെ അവസാനത്തിൽ ഖുർആൻ ചെയ്യുന്നത്. പ്രവാചകന്മാരെ വധിച്ചത് അവരുടെ ധിക്കാരത്തിന്റെ പാരമ്യത്തെയാണ് കാണിക്കുന്നത്. ഇസ്രായേലിയരുടെ പ്രവാചക വധങ്ങൾ നടന്നത് മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക് ശേഷമാണ്. ഈ ആയത്തിൽ യഖ്തുലൂനൻ നബിയ്യീന, പ്രവാചകന്മാരെ വധിക്കുക എന്ന പ്രയോഗം വർത്തമാനകാല ക്രിയയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അവരുടെ ഈ സ്വഭാവത്തിലെ സ്ഥിരമായ ഒരു പ്രവണതയെയാണ് കാണിക്കുന്നത്. ജനങ്ങളുടെ അകൃത്യങ്ങളെ വിമർശിച്ചതിനാൽ പ്രകോപിതരായ ജനക്കൂട്ടം സെഖര്യാവ് പ്രവാചകനെ ദൈവാലയത്തിന്റെ മുറ്റത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊന്നതായി ബൈബിൾ പഴയ നിയമത്തിൽ 2 ദിനവൃത്താന്തം 24 അധ്യായം 20 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ കാണാം. ഈ സെഖര്യാവ് പുരോഹിതനായ യഹോയാദായുടെ മകനായിരുന്നു. എന്നാൽ യേശുവിന്റെ സമകാലികനും സ്നാപക യോഹന്നാന്റെ അഥവാ യഹ്യാ നബി അലൈഹിസ്സലാം പിതാവുമായ സക്കരിയ നബി അലൈഹിസ്സലാമും സമാനമായ രീതിയിൽ വധിക്കപ്പെട്ടതായി ചില ഇസ്ലാമിക ക്രിസ്തീയ പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.
കൂടാതെ ഹെരോദാവ് രാജാവിന്റെ അവിഹിത ബന്ധത്തെ വിമർശിച്ചതിന്റെ പേരിൽ കാമുകിയുടെ അഭ്യർത്ഥന പ്രകാരം യഹിയാ നബി അലൈഹിസ്സലാമയുടെ തലയറുത്ത് ഒരു തളികയിൽ വെച്ച് രാജാവ് കാഴ്ചവെച്ചതായും ബൈബിൾ പുതിയ നിയമത്തിൽ മാർക്കോസ് 6-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വചനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനശ്ശെ രാജാവിന്റെ കാലത്ത് യെശയ്യാ പ്രവാചകനെ ഒരു മരത്തടിക്കുള്ളിൽ വെച്ച് ഈർച്ചവാൾ കൊണ്ട് അറുത്തു കൊന്നുവെന്നും ജെറമിയ പ്രവാചകനെ ഈജിപ്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നുവെന്നുമെല്ലാം ചില യഹൂദ പാരമ്പര്യങ്ങളിലുമുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. ഹെബ്രായർ 11-ാം അധ്യായം 37-ാം വചനം എന്ന് പുതിയ നിയമത്തിലും കാണാം. യെരുശലമേ യെരുശലമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. മത്തായി 23-ാം അധ്യായം 37-ാം വചനം എന്ന യേശു വചനത്തിൽ നിന്നും പ്രവാചകന്മാർ വധിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ ഇസ്രായേലിയർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാവുന്നുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്തതിനാൽ നിന്ദതയും കഷ്ടപ്പാടും ഇസ്രായേലിയർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ദൈവകോപത്തിന് അവർ പാത്രമാവുകയും ചെയ്തുവെന്ന ഖുർആൻ പരാമർശം ശ്രദ്ധേയമാണ്. ദൈവധിക്കാരം പ്രവർത്തിച്ചാൽ ദാരിദ്ര്യവും നിന്ദതയുമെല്ലാം ഉണ്ടാകുമെന്ന് അവർക്ക് നൽകിയ മുന്നറിയിപ്പായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അനുസരിക്കാതെ എൻ്റെ കൽപ്പന ലംഘിക്കുന്നുവെങ്കിൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവനു തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. ഞാൻ നിങ്ങളുടെ ശക്തിയുടെ അഹങ്കാരത്തെ തകർക്കും. നിങ്ങളുടെ നിലം അതിന്റെ വിളവ് തരികയില്ല. നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു കളയും. ലേവ്യ പുസ്തകം 26-ാം അധ്യായം. ഇസ്രായേല്യരുടെ ചരിത്രത്തിലുടനീളം ദൈവധിക്കാരം മൂലം അവർ അനുഭവിച്ച നിന്ദതയുടെയും ദുരിതങ്ങളുടെയും ചിത്രങ്ങളാണുള്ളത്. അള്ളാഹുവെ ധിക്കരിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് അവർ അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ പതിത്വങ്ങളുടെ എല്ലാം കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ ഈ വചനം സമാപിക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ കാലശേഷം ഇസ്രായേൽ ജനത സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവരുടെ രാഷ്ട്രീയവും ആത്മീയവുമായ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഇതിന്റെ ആത്യന്തിക ഫലമായിരുന്നു ഇസ്രായേൽ രാജ്യം വടക്കൻ ഇസ്രായേൽ എന്നും തെക്കൻ യഹൂദിയ എന്നും രണ്ടായി പിളർന്നത്. ക്രിസ്തുവിന് മുമ്പ് 722 അസീറിയക്കാർ വടക്കൻ രാജ്യത്തെ നാമാവശേഷമാക്കുകയും അവിടുത്തെ 10 ഗോത്രങ്ങളെ അടിമകളാക്കി മാറ്റുകയും ചെയ്തു. ചരിത്രത്തിൽ കാണാതായ 10 ഗോത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഇവർ പിന്നീട് പൂർണ്ണമായും അപ്രത്യക്ഷരായി. തുടർന്ന് ക്രിസ്തുവിന് മുമ്പ് 586 ബാബിലോൺ രാജാവായ നെബൂഖദ്നസർ ജെറുസലേം ആക്രമിക്കുകയും സുലൈമാൻ നബി അലൈഹിസ്സലാം നിർമ്മിച്ച പ്രഥമ വിശുദ്ധ മന്ദിരം ഫസ്റ്റ് ടെമ്പിൾ തകർക്കുകയും ചെയ്തു. ഈ കാലഘട്ടം യഹൂദ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിന്ദതയുടെ തുടക്കമായിരുന്നു. പ്രഭുക്കന്മാരും സമ്പന്നന്മാരുമായിരുന്ന അവർ ബാബിലോണിലേക്ക് ചങ്ങലക്കിട്ട് കൊണ്ടുപോകപ്പെടുകയും ദശകങ്ങളോളം അടിമത്തത്തിൽ കഴിയേണ്ടി വരികയും ചെയ്തു. ജെറമിയെ പോലെയുള്ള പ്രവാചകന്മാരെ തടവിലാക്കിയതിന്റെയും ദ്രോഹിച്ചതിന്റെയും ഫലമായാണ് ഈ ദൈവിക ശിക്ഷ വന്നതെന്ന് ബൈബിളിലെ വിലാപങ്ങൾ എന്ന പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്താബ്ദം 70 റോമൻ സൈന്യം രണ്ടാമത്തെ ദേവാലയം അഥവാ സെക്കൻഡ് ടെമ്പിൾ തകർത്തതോടെ ഇസ്രായേൽ മക്കൾ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളോളം സ്വന്തമായി ഒരു രാജ്യമോ അധികാരമോ ഇല്ലാതെ അലയേണ്ടി വന്ന അവർ പല രാജ്യങ്ങളിലും വിവേചനവും പീഡനവും അനുഭവിച്ചു. ഇതിന്റെ ഏറ്റവും ഭീകരമായ ആധുനിക പതിപ്പായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഹോളോകോസ്റ്റ്. നാസി ജർമ്മനിയുടെ കീഴിൽ 60 ലക്ഷത്തോളം ജൂതന്മാർ ക്രൂരമായി വധിക്കപ്പെടുകയും അവരുടെ സമ്പത്തും അന്തസ്സും പൂർണ്ണമായും തകർക്കപ്പെടുകയും ചെയ്തു. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ അനുഭവിച്ച ഈ നിന്ദതകളെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിരാകരിക്കുകയും പ്രവാചകന്മാരോട് അതിക്രമം കാണിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണെന്നാണ് ഖുർആനിക അധ്യാപനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയും
പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെയും ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുകയും അവർ വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തങ്ങളെ പീഡിപ്പിച്ചിരുന്നവരുടെ അതേ ക്രൂരതകൾ ഇന്ന് ഫലസ്തീനിലെ നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തും ആശുപത്രികളും വിദ്യാലയങ്ങളും തകർത്തും അവർ നടത്തുന്ന അതിക്രമങ്ങൾ ആധുനിക ലോകത്തിന്റെ മനസ്സാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതാണ്. ഈ ക്രൂരതകൾ കാരണം ഭൗതികമായി അവർ ശക്തരാണെന്ന് തോന്നുമ്പോഴും ധാർമ്മികമായി ലോക ജനതയുടെ കണ്ണിൽ അവർ വീണ്ടും നിന്ദതയിലേക്കും വെറുപ്പിലേക്കും കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മത്തുപിടിച്ച ഈ അവസ്ഥ അവരെ കൂടുതൽ വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നും ഇനിയും വലിയൊരു അപമാനവും വിചാരണയും അവർക്ക് വരാനിരിക്കുന്നുണ്ടെന്നുമാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ആസ്വാദനം ഭാഗം 53 അടിമത്തത്തിന്റെ മനഃശാസ്ത്രം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 61-ാമത്തെ ആയത്ത്. രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണവും തജ്വീദ് വിശദീകരണവും അബ്ദുള്ള തിരൂർക്കാട്. ഇൻഷാ അല്ലാഹ് തുടരും.